good evening. Welcome to yet another live roadshow with Al Wafa Hypermarkets Dema. So, myself Donna Susan Isaac, and I'll be asking some amazing questions and will hand over amazing gift to our dear customers. So, let's get started. So, നമ്മുടെ റോഡ് ഷോ വിത്ത് അൽവഫയിൽ എനിക്ക് കുറച്ച് ചെത്ത് പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹായ് ഗൈസ്. ഹായ്, എന്താ പേര്? മാർട്ടിൻ. ഷിതിൻ. നിഷാദ്. ഇവിടെ ദമാമിലാണോ വർക്ക് ചെയ്യുന്നത്? ദമാമില. സൗദിയിൽ വന്നിട്ട് എത്ര നാളായി? കുറേ നാളായോ? അന്യരാവുന്നു. ഷോപ്പിങ്ങിന് നിങ്ങൾ അൽവഫയാണോ വരാറുള്ളത്? എപ്പോഴാണ്? നിങ്ങൾ വീക്കെൻഡ് ഷോപ്പേഴ്സ് ആണോ അതോ മന്ത്ലി മാത്രം ഇറങ്ങുന്ന ആൾക്കാരാണോ? വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ? കുഴപ്പമില്ല. വെക്കേഷനൊക്കെ പോകുന്നുണ്ടോ ആരെങ്കിലും ഉടനെ? ഇനി പോയത്. ഓക്കെ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു റോഡ് ഷോ ആയിട്ടാണ്. നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഒരു റോഡ് ഷോ നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ വകയായിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു സാധനത്തിന് തലയും വാലും ഉണ്ട്, പക്ഷേ ബോഡി ഇല്ല. This has head and tail, but there is no body. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ സാധനമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി. തലയും വാലും അല്ല, നമ്മൾ ഇത് പറയാറുണ്ട്, തലയും വാലും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് ബോഡി ഇല്ല. ബെറ്റ് വെക്കാനൊക്കെ ഉപയോഗിക്കും. ക്ലൂ ബെറ്റൊക്കെ വെക്കും, പിന്നെ കളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഉപയോഗിക്കും. ഇത്രയൊക്കെ ക്ലൂ തന്നു. ക്രിക്കറ്റ് ഒക്കെ കാണാറുണ്ടോ? അല്ല. ഹെൽമെറ്റിന് എവിടെ വാല്? ഇല്ല ഇല്ല. ഓക്കെ എന്നാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ. താങ്ക് യു ഗൈസ്. ഹായ് ഗൈസ്, ഹൗ ആർ യു? Good evening, എല്ലാവരും. I think busy with shopping. So this is a road show with Hyper Al Wafa, and we are broadcasting this in our Facebook page, Hyper Al Wafa's page. You can check. I'll ask some funny questions. If you say the right answer, I'll give you some small gifts. Okay? So my question is, this item has head and tail, but there is no body. What is that? Repeat question. This has head and tail. Coin. Right answer. Coin. So he said the right answer. The answer is coin. Okay. So yeah, it was very simple, right? And thank you so much, guys. And I have to ask, you guys are weekend shoppers or a monthly shoppers? Everyday shopper. Everyday shopper. So you work in Dammam itself? Okay then. Thank you so much. Thank you so much. This is from Hyper Al Wafa. Congratulations, sir. Hi. ഹലോ ചേട്ടന്മാരെ, എന്തുകൊണ്ട് വിശേഷം? സുഖം. എന്താ പേര്? അബ്ദുൽ സലാം. ഫ്രണ്ട്സ് ആണ്? കസിൻ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഹൈപ്പർ അൽവഫയിൽ ഞാൻ ചോദിക്കട്ടെ, വീക്ക്ലി ഷോപ്പ് ചെയ്യുന്നവരാണോ അതോ മന്ത്ലി? ഓഫേഴ്സ് ഒക്കെ നോക്കിയിട്ടാണോ വരാറുള്ളത്? കാണാറുണ്ട് അല്ലേ? നമ്മുടെ പേജൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ? ഫേസ്ബുക്ക് പേജൊക്കെ, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഒരു റോഡ് ഷോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇത് ലൈവായിട്ട് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ. ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരുപാട് ബുദ്ധി ആലോചിച്ച് ഉണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴേക്ക് വരും, ഒരിക്കലും മുകളിലേക്ക് പോകില്ല. വാട്ട് ഗോസ് down, it comes down but never goes up. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ന്യൂട്ടൻ്റെ പ്രതിഭാസമൊക്കെ ഇല്ലേ, ആപ്പിൾ താഴേക്ക് വരും തലയിൽ വീഴും, അതൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലൂ തരാം. നാട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. മഴ. റൈറ്റ് ആൻസർ. ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലേ? ഞാൻ ഇത്രയും ക്ലൂ ഒക്കെ തന്നപ്പോഴത്തേക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ ഹൈപ്പർ അൽവഫയെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? നല്ല ഓഫേഴ്സ് ആണോ? നല്ല ഓഫേഴ്സ് ആണ്. നാട്ടില് ആണ് അല്ലേ? നാട്ടിലെവിടെയാണ്? എറണാകുളം. രണ്ടുപേരും എറണാകുളം. അപ്പൊ ഇനിയിപ്പോ അടുത്ത വെക്കേഷൻ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? വന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ വെക്കേഷന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണോ യൂഷ്വലി പർച്ചേസ് ചെയ്യാറുള്ളത്?
അച്ഛാ സീക്കോയിൽ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണോ വരുന്നത് അതോ നിങ്ങൾ ഇങ്ങനെ കസിൻസ് മാത്രമാണ്? എല്ലാം ആയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ റോഡ് ഷോ വിത്ത് ആൽബോഫയുടെ വക ഒരു സ്മോൾ ഗിഫ്റ്റ് തരാം സിൻസ് യു സെഡ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. So how is shopping with Hyper Alvafa? So you guys are weekly shoppers or monthly shoppers? Weekly. So you are staying nearby? Yeah, we are nearby. Nearby. So I'll ask a funny question, and if you say the right answer, I'll give a small gift. This is a road show with Hyper Alvafa. Okay. So you're from which part of India? India or Chennai. Chennai. Okay. So my question for you is, maybe he can answer. Okay, I will ask something related to, are you a musician or something? No? Are you into music or Yeah. music? Because I have that feel with his hairstyle and all. So which kind of instrument you are playing or I don't play. I play? listen. Okay, you listen. Yeah. Okay, so which what kind of music do you like? Pop. Pop. Rap. I think he has a Korean fan. You are a Korean fan, no? BTS fan? Sometimes. Sometimes, okay. So my question for you is, what kind of band never plays music? Rubber band. Right answer. I told you, he has that since he is related to music and all. Yeah. Right away he said the right answer. Congratulations. And I forgot to ask your name. What's your name? Farhad. Fahad. And your name, sir? Zia. Zia. Okay, so Fahad, I have a small gift from Hyper Alvafa. Thank you. Thank you and happy shopping with Hyper Alvafa. Thank you guys. നമ്മുടെ റോഡ് ഷോ വിത്ത് ഹൈപ്പർ ആൽവഫയിൽ എനിക്ക് അടുത്തൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. ഹായ് ഗൈസ്. ഹായ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൗദിയിലെ ചൂടൊക്കെ എന്ത് പറയുന്നു? നല്ല രസമല്ലേ? ജോലിക്കൊക്കെ ഇറങ്ങുമ്പോ അടിപൊളിയാണ്. ഇന്നത്തെ ചൂട് അടിപൊളിയല്ലായിരുന്നോ? സൂപ്പർ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ. എന്താ പേര്? ഫർസാന. റിയാസ്. എന്താ മോന്റെ പേര്? റിഫാൻ. മാമിയുടെ പേരെന്താ? റിസിലാദം. ഹലോ, എത്ര വയസ്സായി? 1.5. ഓക്കെ. നിങ്ങൾ ആൽബഫയില് യൂഷ്വലി വീക്കെൻഡിൽ ഷോപ്പ് ചെയ്യുന്നവരാണോ അതോ മന്ത്ലി? വീക്കെൻഡാണ്. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അടുത്ത്. സീക്കോ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ സൗദിയിൽ ഒത്തിരി വർഷം ആയോ? 13 വർഷമായി. ഇവിടെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? അൽ അഫ്ര. ഓക്കെ. അപ്പോൾ ഞാനൊരു റോഡ് ഷോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഹൈപ്പർ ആൽബഫ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവായിട്ട് വരുന്ന വീഡിയോ ആണ്. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ്. ഓക്കെ, ഒരു ചെറിയ ഗിഫ്റ്റ്. മോനൊരു പാട്ട് പാടാമോ? പാട്ട് പാടുമോ? ഒരു പാട്ട് പാടാമോ? പാട്ട് പാടെങ്കിൽ ആൻറ്റി ഗിഫ്റ്റ് തരാം. പാടുവോ? എന്നാ ഒരു പാട്ട് പാടി. ഉറക്കെ പാടിക്കോ. ആദരപ്പൂവിൻ്റെ അഴകരും തന്തപ്പൂ ഓ നാരി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിൽ ബീബി ഹാജറ. താങ്ക് യു സോ മച്ച് കേട്ടോ. അടിപൊളിയായിട്ട് പാടി. ഇത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അൽജിബ്ര അല്ല. ഏത് ക്ലാസ്സിലാണ് മോന്? 3-ലോ? ഓക്കെ. ഇവിടെ ഒരാൾ കാലും കൊണ്ടൊക്കെ മൈക്കൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പാട്ട് പാടുന്നോ? ഓക്കെ. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? ചേട്ടൻ അടുക്കളയിൽ കയറുന്ന ആളാണോ? ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കയറും? മൂഡനുസരിച്ച്. അത് ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചോണം കേട്ടോ. ഏറ്റവും വൈഫ് ഉണ്ടാക്കുന്ന ഏത് ഐറ്റമാണ് ഏറ്റവും ഇഷ്ടം? ചിക്കൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ചിക്കൻ ചില്ലി അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ അതേപോലെ ബ്രോസ്റ്റ്. ഭയങ്കര ആണല്ലോ. ബ്രോസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി അല്ലേ? സെറ്റാണ്. വാ കണ്ടോ, ഇനി എന്ത് വേണം? കഴിക്കുമ്പം പറഞ്ഞില്ലെങ്കിലും കണ്ടോ. ഓ മാഷല്ലാ, അടിപൊളി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, എന്നും ഉപ്പിലിടുന്ന ഒരു വസ്തു എന്താണ്? ഉപ്പിലിടുന്ന ഒരു വസ്തു. ഉപ്പിലിടുന്ന വസ്തു അല്ല.
ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. ആ നമ്മള് സാധാരണ ഉപ്പില് അച്ചാറിടാറുണ്ട്, ഐ മീൻ ഉപ്പിലിടുന്നത്. അതുപോലെ ഒന്ന് അത്രയും കൂടി ചിന്തിക്കണ്ട. ചിക്കനോ? ആ ചിക്കൻ ഉപ്പിലിടും. ഉമ്മിച്ചി ഉണ്ടാക്കും ചിക്കൻ ഉപ്പിലിട്ട്. ഇവരുടെ വീട്ടിൽ പോയാൽ മതി. അതൊന്ന് ഇച്ചിരൂടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തിരിയുടെ ഒന്ന് ഏകദേശം ഒക്കെ സംഭവങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. എന്ത് ഇടണമെങ്കിലും ഈ സാധനം വേണം. ഉപ്പല്ല, എല്ലാ കറികൾക്കും ഉപ്പ് വേണം. അതുപോലെ ഈ എന്ത് കറികൾ ഉണ്ടാക്കണമെങ്കിലും എന്ത് സാധനങ്ങൾ ഇടണമെങ്കിലും ഈ ഒരു സാധനം നമുക്ക് വേണം. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കെ. എല്ലാ കറികളൊക്കെ സ്പൂണ്. അപ്പൊ റൈറ്റ് ആൻസർ ആണ്. സോ ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവാഫയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് ഹൈപ്പർ അൽവാഫ. നമ്മുടെ ഹൈപ്പർ അൽവാഫയുടെ റോഡ് ഷോയിൽ എനിക്ക് അടുത്ത അടിപൊളി ഒരു ഫാമിലിയും കുറച്ച് ചേട്ടന്മാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹായ് ഗൈസ്. ഹായ് മാമി. ഹായ്. എല്ലാം ഇങ്ങനെ അന്തിച്ച് നോക്കുകയാണേ. എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. എന്താ പേര് മോന്റെ? എന്റെ പേര് എന്താ? സാൻസിക്. ആഹാ. വീട്ടിലെന്താ വിളിക്കുന്നത്? സാന്ന് വീട്ടിൽ വിളിക്കും. എന്താ പേരെന്താ? സബിജ. സുധീഷ്. എസ് അങ്ങനെ ചേർത്തിട്ടാണ്. എന്താ ചേട്ടൻ പേര്? രാജൻ. ഷാജി. ഇവിടെ സൗദി അറേബ്യയിൽ എത്ര വർഷമായി നിങ്ങളൊക്കെ? അങ്ങനെ 27 വർഷം കഴിഞ്ഞു. 30 വർഷമാവും. ഇനിയിപ്പോ സിറ്റിസൺഷിപ്പ് തന്ന് നമ്മള് ഗോൾഡൻ വിസ ഒക്കെ കൊടുക്കുന്ന പോലെ സൗദി ഗവൺമെന്റിനോട് ഒന്ന് തീരുമാനിച്ചാൽ മതി. ഉടനെ ഒന്നും പോകത്തില്ല. പോവാതിരിക്കട്ടെ. 4 വർഷം. സെയിം. ഇവിടെ ദമാമിലാണോ താമസിക്കുന്നത്? 2 മാസമായിട്ട്. 2 മാസമായിട്ട്. നേരത്തെ അബഹയിലായിരുന്നു. അപ്പൊ ദമാം നിങ്ങൾക്ക് പുതിയതാണ്. നമ്മുടെ ദമാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്ക് ചേട്ടാ. ദമാം ഏറ്റവും നല്ല സ്ഥലമാണ്. നല്ല മനുഷ്യരാണ്. പറഞ്ഞു കൊടുക്കൂ. നല്ല ചെറിയ പൈസയ്ക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും നല്ല സൗഹൃദത്തിൽ കഴിയുന്ന സ്ഥലമാണ്. അതെ, ഒരുപാട് മലയാളികളുള്ള ഒരുപാട് സംഘടനകളുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിലൊക്കെ നമ്മുടെ ഒരു കൊച്ചു കേരളം പോലെ നമ്മള് സമാധാനത്തിൽ സന്തോഷത്തിൽ പോകുന്നത് അല്ലേ? കണ്ടോ, ഇത്രയും മതി. അബഹക്കാർക്ക് മനസ്സിലായല്ലോ അല്ലേ? 2 മാസം കൊണ്ട് ചിലപ്പോ മനസ്സിലായി കാണാം ദമാമിനെ കുറിച്ച് കുറച്ച്. ഇതുകൊണ്ട് നമ്മുടെ ഷൈജേട്ടനോടൊക്കെ ചോദിച്ചാൽ മതി. കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ഹൈപ്പർ അൽവാഫ എങ്ങനെയുണ്ട്? നിങ്ങൾ വീക്കിലി ഷോപ്പ് ചെയ്യുന്നവരാണോ അതോ മന്ത്ലി? വീക്കിലി. നമ്മുടെ ഓഫേഴ്സ് ഒക്കെ നോക്കിയാണോ വരാറ്? എങ്ങനെയുണ്ട് ഓഫേഴ്സ് ഒക്കെ? അടിപൊളി ഓഫേഴ്സ് ആണ്. അഫോർഡബിൾ ആണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണോ വരുന്നത്? ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ അബഹയിൽ? ഇവിടെ വന്നിട്ട് ആയി വരുന്നേ ഉള്ളൂ. ഉടൻ തന്നെ ഒരു പറ്റം അല്ലെ ഇത് കാണുന്ന ഏതെങ്കിലും സംഘടനക്കാരൊക്കെ ഇവരെ സമീപിക്കട്ടെ അല്ലേ? അതല്ലേ കറക്റ്റ്. ഇവിടുത്തെ ഫുഡ് കോർട്ട് ഒക്കെ ട്രൈ ചെയ്യുവോ? ഉണ്ട്. ഓക്കെ. ഇപ്പം ഞാനൊരു റോഡ് ഷോയുമായിട്ടാണ് വന്നത് ഹൈപ്പർ അൽവാഫയുടെ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് അല്ലേ? നിങ്ങൾക്കും അറിയില്ലേ ആ ഒരു വൈബല്ലേ? ചേട്ടൻ നാട്ടിലെവിടെയാ? ആലപ്പുഴ. പാലക്കാട്. ഉയ്യോ, തെക്കും വടക്കും തമ്മിലുള്ളൊരു എന്നാ ഒന്നൊന്ന് ചോദിച്ചു കളയാം അല്ലേ? ഒരു കോമ്പറ്റീഷൻ. സമ്മാനം കിട്ടുന്നത് ആർക്കാണ് നമുക്ക് നോക്കാം. ഓക്കെ. ഇവര് ഒരു തമിഴ്നാട് ടച്ചും നമ്മളിങ്ങനെ ഒരു കേരളം, നമുക്കും ഉണ്ട് കേരളം. എന്നാലും അതുകൊണ്ടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. തമിഴ് വാക്കും മലയാളം വാക്കൂടെ ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട്, ഒരു ഫലം. തമിഴും പറയും ഈ ഒരു ഫലത്തിന്റെ പേര് പറയുമ്പോൾ തമിഴ് വാക്കും പറയും മലയാളം വാക്കും പറയും. ഒന്ന് ചിന്തിച്ചു നോക്ക്. ചേന ഒന്നും പറഞ്ഞേക്കല്ല, ഫ്രൂട്ടാ ചോദിക്കുന്നത്. പഴങ്ങളാ ചോദിക്കുന്നത്. റൈറ്റ് ആൻസർ. ഓക്കെ. കണ്ടോ, ആ പാലക്കാട് നിന്ന് വന്നതിന്റെ ആ ഒരു വൈബ് അടിച്ച കണ്ടോ? പോട്ടെ, നമുക്ക് ഇപ്രാവശ്യം തോൽവി സമ്മതിച്ചു കൊടുത്തേക്കാം അല്ലേ? അബഹക്കാര് കൊണ്ടുപോയി അല്ലെ? ഇപ്പൊ അവർ അബഹക്കാരല്ല, നിലവിൽ അവര് ദമാമുകാരാണ്. അതുകൊണ്ടൊരു ചെറിയ ഗിഫ്റ്റ് നിങ്ങൾക്ക്. അതാണ് ഇവിടുന്ന് കാറ്റടിച്ചിട്ടാ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവാഫയുടെ വകയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് ഹൈപ്പർ അൽവാഫ ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. റോഡ് ഷോ വിത്ത് ഹൈപ്പർ അൽവാഫയിൽ എനിക്ക് അടുത്തൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹായ്, ചേട്ടൻ്റെ പേരെന്താ? സുധീർ. ആമിന. എന്താ മോളുടെ പേര്? സൻഫ. അവയുടെ പേരെന്താ?
എന്തോ ശത്രുവോ സഫ്രു എങ്കിലും ആ പേരെന്ന് ചോദിച്ചപ്പോ പേര് പറയണ്ടേ? എന്താ പേര്? ചപ്രുനാണോ? ആണോ? എന്നെ ഇങ്ങനെ ഭയങ്കര അന്തം വിട്ട് നോക്കുകയാണ്, പുതിയൊരാളെ കാണുന്നല്ലേ. എന്താ മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. നിങ്ങൾ വെക്കേഷൻ വന്നതാണോ? ഓക്കെ. എത്ര വർഷമായി സൗദി അറേബ്യയിൽ? 18 വർഷമായി. ദമാമിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ദമാമിലാണോ? ഓക്കെ. ഞാൻ ഒരു റോഡ് ഷോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ വന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് സൗദി അറേബ്യ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ മതിയായിരുന്നു, നാട്ടിൽ പോയാൽ മതിയോ? ചൂടുണ്ട്. നാട്ടിലെവിടെയാണ് നിങ്ങൾ? ട്രിവാൻഡ്രം. എന്ത് ഇവിടെ ഇഷ്ടപ്പെട്ടോ സൗദി? എവിടെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതലുള്ളത്? ഇവിടെയാണോ നാട്ടിലാണോ? നാട്ടിലാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉപ്പച്ചിയുടെ കൂടെ നിന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നമുക്ക് ഇന്ന് ഇനി ഇവിടെ അങ്ങ് നിന്നാലോ? അത് തന്നെയാണ് ഇഷ്ടം അല്ലേ? അടിപൊളിയാണോ? എല്ലാ ദിവസവും ഇവിടെ ഷോപ്പിങ്ങിന് വരുമോ? അത് വീക്ക്ലി ഷോപ്പിംഗ് ആണോ മന്ത്ലി ഷോപ്പിംഗ് ആണോ? വീക്ക്ലി വരും. നമ്മുടെ ഓഫേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? അയ്യോ എന്റെ മൈക്ക് ഓഫേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഓഫേഴ്സ് ആണ്. ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇച്ചിരി അടുക്കള കാര്യം ചോദിക്കട്ടെ. വൈഫ് ഉണ്ടാക്കുന്ന ഏത് ഡിഷാണ് ഇഷ്ടം? നേരിട്ട് പറയത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ അവസരങ്ങളിൽ തുറന്നു പറയണം, ഒരു അപ്രീസിയേഷൻ. അപ്പൊ കൂടുതൽ നല്ല നല്ല ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരും. ഓ ഇനി എന്ത് വേണം? ഇന്ന് ചേട്ടന് പായസം ഉണ്ട്, എന്തൊക്കെയാ നാളെ ഇവിടെ മേശയില് ഉണ്ട്, പറയാറുണ്ട്. ഓക്കെ. യൂഷ്വലി ആണുങ്ങൾ അധികം അത്ര പറയത്തില്ലെന്നാണ് ഭാര്യമാരൊക്കെ പരാതി പറയുന്നത്. കൊള്ളാം അപ്പം പറയും. ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന, വഴക്കല്ലാതെ ബിരിയാണി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ വിളിച്ച് അങ്ങനെ നിങ്ങൾ സൽക്കരിക്കുന്ന ആണോ? ഉണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി നിങ്ങൾ? 10 വർഷമായി അല്ലേ? നീണ്ട 10 വർഷങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം, യാത്ര? സുഖം, സന്തോഷം. ദൈവം 2 മക്കളെ തന്നെ അനുഗ്രഹിച്ചു. ഓക്കെ. അപ്പോൾ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ നാട്ടിൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടോ? ബാങ്ക് അക്കൗണ്ട് എന്തായാലും കാണുമല്ലോ. രണ്ടിടത്തും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ജീവിതമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മരങ്ങൾക്കും ബാങ്കുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സാധനം എന്താണ്? യെസ്, കണ്ടോ? ചിന്തിക്കുക പോലും വേണ്ട, ഇനി എന്ത് വേണോ? എത്ര പെട്ടെന്ന് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ വകയായിട്ടുണ്ട്. ചോദിച്ചോടനെ ഇത് പറഞ്ഞു കൊടുത്ത ആൻസർ പറയുന്ന പോലെ ആയിരുന്നു പറഞ്ഞത്, പക്ഷെ അല്ല. ഓഡിയൻസിനോട് പ്രത്യേകം പറയാണ്, ഭയങ്കര ബുദ്ധിമതിയാണ്. റൈറ്റ് ആൻസർ. ചേട്ടൻ GK ഒക്കെ ചോദിക്കാൻ എന്നോട് പറഞ്ഞു കേട്ടോ. ഇത് ഇത്തിരി GK കൂടെ വേണം, എങ്കിലേ ഇത് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ഷോപ്പിംഗ് വിത്ത് ഹൈപ്പർ അൽവ ആൻഡ് എൻജോയ് യുവർ ഹോളിഡേയ്സ്. നമ്മുടെ ഫൺവിൽ റോഡ് ഷോയിൽ എനിക്ക് അടുത്തൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. ഹായ്. എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുകയാണ്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഹായ് വാവേ. ഇല്ല, വാവയുടെ പേരെന്താ? അമേലിയ. ഓ നൈസ് നെയിം. എന്താ പേര്? അഫ്സൽ. അബീറ. നിങ്ങൾ ദമാമിൽ തന്നെയാണോ സ്റ്റേ ചെയ്യുന്നത്? സൗദിയിൽ വന്നിട്ട് എത്ര വർഷമായി? 6 വർഷം. നാട്ടിലെവിടെയാ? കോഴിക്കോട്. വാവ ഇത്ര മാസമായി? 1 മാസമാണോ? 2.5 വയസ്സ്. നടക്കാനൊക്കെ തുടങ്ങിയില്ലേ? പറന്ന് നടക്കുന്ന പ്രായമല്ലേ? ഓ ആദ്യത്തെ കുഞ്ഞല്ലേ? മാഷല്ലാ, അടിപൊളി ചുണ്ടരി വാവയാ കേട്ടോ. അത് മാത്രം ഇഷ്ടപ്പെട്ടു. അല്ലേലും പെൺപിള്ളേർക്ക് എങ്ങനെ സുന്ദരി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. വേറെ എവിടെയോ ആലോചിച്ചിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ ഹൈപ്പർ അൽവഫയിൽ വീക്കെൻഡ് ഷോപ്പിംഗ് നടത്തുന്നവരാണോ? മന്ത്ലി ഷോപ്പിംഗ് മാത്രം? ഡെയിലി. അപ്പോൾ അടുത്താണ് താമസിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഓഫേഴ്സ് ഒക്കെ നോക്കിയാണോ വരാറുള്ളത്? പിന്നെ സാധനം തീരുന്നതനുസരിച്ച് വരുവാണ്. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടോ? ഉണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്? ജാമിൽ. സൗദിയിൽ വന്നിട്ട് 6 വർഷമായി അല്ലേ? നാട്ടിൽ രണ്ടുപേരും ഒരു സ്ഥലമല്ലേ, നാദാപുരം തന്നെ. ഓക്കെ. അപ്പം ഞാനൊരു ചെറിയ റോഡ് ഷോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവായിട്ട് പോകുന്നൊരു ഇതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻസർ പറയുകയാണെങ്കിൽ
ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ ആൽബഫയിൽ. ഓക്കെ, അവിടെ ചോദിക്കട്ടെ, മാമാട്ടി കുട്ടിയമ്മേൻ്റെ ഇടയ്ക്ക് മുടിയൊക്കെ കെട്ടി ഉമ്മച്ചി ആയിരിക്കുമല്ലോ? ആണോ? ആണോ? മുടി കെട്ടി തന്നെ ആരാ? ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. ആ ഓക്കെ, എനിക്കൊന്ന് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കാണ്. ചിരിക്കുന്നുണ്ട് കേട്ടോ, അല്ലേ? നല്ല സൂപ്പറായിട്ട് ചിരിക്കുന്നുണ്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർക്കും കേൾക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു ദേശം. ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ടോ? ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. എക്സ്പീരിയൻസ് പറഞ്ഞതാ. അതത്ര കിട്ടാറുണ്ട്. അതെങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ, ഡെയിലി ആണോ അതോ വീക്ക്ലി ആണോ മന്ത്ലി ആണോ? അവർലി കിട്ടുന്ന സാധനമാണ് അല്ലേ? അങ്ങോട്ട് വല്ലതും കൊടുക്കുവോ? കുറവാണ്. ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങോട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭർത്താവാണ്? അല്ല, ഉപദേശം മാത്രമേ ഉള്ളൂ, പാവമാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പെട്ടെന്ന് നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചാക്കിട്ട് മൂടുന്നു, എന്നിട്ട് ആളെ വെച്ച് അടിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു ഭാര്യയാണോ? നോ നോ നോ, ഇല്ല, കൊടുക്കത്തില്ല. നേരിട്ട് കിട്ടിയാലും ചാക്കിട. ഓക്കെ, ആ ഒരു സ്പിരിറ്റ് ആണ്. ഡേവിഡ് ഇപ്പോൾ ചിരിച്ചൊക്കെ തുടങ്ങി കേട്ടോ, ആ ഒരു സ്പിരിറ്റ്. അപ്പോൾ ഹൈപ്പർ ആൽബഫയുടെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്, കറക്റ്റ് ആൻസർ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഹൈപ്പർ ആൽബഫയുമായിട്ട് ഷോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.